ഭദ്രന്റെ കുഞ്ഞിപ്പെണ്ണ്. രചന മഞ്ജു മുരളി. അവതരണം സാലിം കരുളായി. എഡിറ്റിംഗ് SN ക്രിയേഷൻസ്. അജിൻ പ്രിൻസിയുടെ അടുത്തേക്ക് ചെന്നു. അവർക്ക് പോവാൻ നിൽക്കുമായിരുന്നു. പഞ്ചമിയുടെ ചേട്ടന്മാരെ വിവരം അറിയിച്ചു. അജി ചോദിച്ചു. ആ, അറിയിച്ചു. അവരിപ്പോൾ ഇങ്ങോട്ട് വരും, പ്രിൻസി പറഞ്ഞു. അപ്പോഴേക്കും ഐസിയിൽ നിന്ന് ഡോക്ടർ വന്നു. അത് കണ്ട് അജി ഡോക്ടറുടെ അടുത്തേക്ക് ചെന്നു. ഡോക്ടർ, പഞ്ചമിക്ക് എങ്ങനെയുണ്ട്? അജി ആവലാതിയോടെ ചോദിച്ചു. മിസ്റ്റർ അജിൻ, പഞ്ചമിയുടെ തലയ്ക്ക് പരിക്കുണ്ട്, പക്ഷേ കുഴപ്പമൊന്നുമില്ല. ഡോക്ടർ പറഞ്ഞത് കേട്ട് അജിക്ക് ആശ്വാസമായി. എന്തുകൊണ്ടോ പഞ്ചമിയെ വണ്ടി ഇടിച്ചപ്പോൾ അവൻ്റെ ഹൃദയം പിടച്ചിരുന്നു, കണ്ണ് നിറഞ്ഞിരുന്നു. എല്ലാം ശരിയായെന്നൊരു തോന്നൽ വന്നപ്പോൾ അവിടെയുള്ളൊരു ചേരിലായിരുന്നു. ഭദ്രനും ആദിയും കൂടെ ബുള്ളറ്റിൽ ആശുപത്രിയിലോട്ട് പായുകയായിരുന്നു. ആദിയുടെ നിയന്ത്രണത്തിലായതിലെ ബുള്ളറ്റ് അപ്പോൾ ആദിയുടെ ഫോൺ റിങ് ചെയ്തുകൊണ്ടേയിരുന്നു. എന്നാൽ അതൊന്നും എടുക്കാനുള്ള മാനസികാവസ്ഥയായിരുന്നില്ല ആദിയിലും ഭദ്രനിലും. അരമണിക്കൂറിനുള്ളിൽ ഭദ്രനും ആദിയും ആശുപത്രിയിലെത്തി. ബുള്ളറ്റ് പാർക്ക് ചെയ്തിട്ട് അവർ ഓടുകയായിരുന്നു. അപ്പോഴാണ് അവിടെ ഇരിക്കുന്ന അജിനെ അവരെ കണ്ടത്. അജിൻ അവരുടെ അടുത്തേക്ക് ചെന്നു. അവർക്ക് എവിടെയാണ് പോകേണ്ടതെന്ന് അറിയാതെ നിൽക്കുമായിരുന്നു. ശിവഭദ്രനും ആദിനാഥും അല്ലേ? അജിൻ ചോദിച്ചു. അതെ, ഭദ്രനാണ് മറുപടി പറഞ്ഞത്. നിങ്ങൾ പേടിക്കണ്ട, ഞാൻ ഇവിടുത്തെ പോലീസ് കമ്മീഷണറാണ് അജിൻ. പഞ്ചമിക്ക് കുഴപ്പമൊന്നുമില്ല. 2 ദിവസം കഴിഞ്ഞാൽ ഡിസ്ചാർജ് ചെയ്യാം. നാളെ റൂമിലേക്ക് മാറ്റും. അജിൻ പറഞ്ഞത് കേട്ട് ഭദ്രനും ആദിയും ആശ്വാസത്തോടെ ഇരുന്നു. എന്നാൽ ആദിയിലായിരുന്നു അജിൻ്റെ കണ്ണ്. ആദിനാഥല്ലേ? അച്ഛനും അമ്മയും? അജിൻ ചോദിച്ചു കേട്ട് ആദിയും ഭദ്രനും മുഖത്തോട് മുഖം നോക്കി. മരിച്ചു, ഉറപ്പോടെയായിരുന്നു ആദിയുടെ മറുപടി. അത് കേട്ട് വീണ്ടും അജിന് സംശയം ജനിപ്പിച്ചു. എങ്കിലും അവനൊന്നും മിണ്ടിയില്ല. പിറ്റേ ദിവസം രാവിലെ തന്നെ നിത്യയും നിരഞ്ജനും ഹരിദാസും ശ്രീദേവിയും കൂടി നന്ദയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകുന്നത് കൊണ്ട് തന്നെ നിത്യ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നന്ദയുടെ വീടെത്തിയിരുന്നു. അവരെ കാത്തിരുന്ന പോലെ നന്ദയും അച്ഛനും അമ്മയും നിന്നിരുന്നു. എല്ലാവരും കാറിൽ നിന്നിറങ്ങി. അപ്പോഴേക്കും ഹരിതയും ശ്രീരാജും അവരുടെ അടുത്തേക്ക് ചെന്നു. എന്നാൽ ഇതൊക്കെ കണ്ട നിത്യക്ക് ഒന്നും മനസ്സിലായില്ല. നിത്യ ആരോടൊന്നും മിണ്ടാതെ നന്ദയുടെ അടുത്തേക്ക് ഓടി. മോളോട് വല്ലതും പറഞ്ഞോ? ചിരിയോടെ ഹരിദാസ് ചോദിച്ചു. ഇല്ല, അവൾക്ക് സർപ്രൈസ് ആയിക്കോട്ടെ ഏട്ടാ, ഹരിത ചിരിയോടെ പറഞ്ഞു. ആ, അതാ നല്ലത്. ശ്രീദേവിയും അത് ശരിവെച്ചു. അതെ, അകത്തേക്ക് ക്ഷണിക്കുന്നില്ലേ? നിരഞ്ജൻ ചോദിച്ചു. ഓ, അതിനെന്താ, കേറി വാ, ശ്രീരാജ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെ അവർ അകത്തേക്ക് കയറി. എന്താ പറ്റിയ നന്ദു, ഒന്ന് പറയടി, നിത്യ നന്ദയുടെ അടുത്തേക്ക് ഇരുന്നു കൊണ്ട് പറഞ്ഞു. അത് ഇന്നലെ തൊട്ട് ആദ്യമായിട്ട് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, ഇന്ന് കോളേജിൽ പോകണമെന്ന് എല്ലാവരും പറഞ്ഞു. നിറകണ്ണുകളോടെ നന്ദു പറഞ്ഞു. അങ്ങനെയൊന്നും ഉണ്ടാവില്ലടി, എന്തിനു തിരക്കുണ്ടാവും, നീ ടെൻഷനാവല്ലേ. നിത്യ നന്ദയെ ആശ്വസിപ്പിക്കാൻ അങ്ങനെ പറഞ്ഞെങ്കിലും അവളുടെ മനസ്സിലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അത് തന്നെ ആയിരിക്കുമല്ലേ? നന്ദ നിത്യയോട് ചോദിച്ചു. അത് തന്നെയായിരിക്കും, ചുമ്മാ ടെൻഷൻ അടിക്കല്ലേ, നിത്യ പറഞ്ഞു. നിത്യയെ, നന്ദേ, ഇങ്ങ് വാ. ഹരിത താഴെ നിന്ന് അവർ രണ്ടുപേരെയും വിളിച്ചു. വാ, വിളിക്കുന്നു, നന്ദ പറഞ്ഞു. പോവാം. നിത്യ എഴുന്നേറ്റും നന്ദയും നിത്യയും കൂടെ താഴേക്ക് നടന്നു. താഴെ സോഫയിൽ നിരഞ്ജനും ഹരിദാസും രാജനും ഇരിക്കുന്നുണ്ടായിരുന്നു. നിത്യയും നന്ദയും അവരുടെ സൈഡിലായി വന്നു നിന്നു. നന്ദമോളെ, ഹരിദാസ് വിളിച്ചു. എന്താ മാമ? നന്ദ വിളി കേട്ടു. മോൾക്കൊരു സർപ്രൈസ്, ചിരിച്ചുകൊണ്ട് ഹരിദാസ് പറഞ്ഞു. എന്താച്ചാ? ആകാംക്ഷ കുറച്ച് കൂടുതലായതുകൊണ്ട് നിത്യ ചോദിച്ചു. നിനക്കല്ല, നന്ദക്കാണ്, ശ്രീദേവി പറഞ്ഞു. ഓ, നിത്യ അതിനൊന്ന് പുച്ഛിച്ചു. എന്താ മാമ സർപ്രൈസ്? നന്ദ ചോദിച്ചു. മോൾക്കൊരു കല്യാണം, ഹരിദാസ് പറഞ്ഞു. നിത്യയിലും നന്ദയിലും ഒരു ഞെട്ടലുണ്ടായി. കിടന്ന് തെറ്റിയതാണെന്ന് വിചാരിച്ച് നന്ദ ഒന്നുകൂടെ ചോദിച്ചു. എന്താ മാമ? മോൾ എൻ്റെ മരുമകളാക്കാൻ തീരുമാനിച്ചു. എൻ്റെ മകൻ നിരഞ്ജനായിട്ട് ഈ അടുത്ത മുഹൂർത്തത്തിൽ തന്നെ നന്ദമോളുടെ കല്യാണം, ഹരിദാസ് പറഞ്ഞു നിർത്തി. നന്ദ നിത്യയുടെ കയ്യിൽ അമർത്തി പിടിച്ചു. കിടന്നിൻ്റെ ഷോക്കിലായിരുന്നു നിത്യയും. നിരഞ്ജന്റെയും ഹരിദാസിന്റെയും മുഖത്ത് ഗൂഢമായ പുഞ്ചിരി വിരിഞ്ഞു. നന്ദ എന്തു പറയണമെന്ന് അറിയാതെ നിന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. നിത്യ അവളുടെ മുഖം കണ്ട് വിഷമിച്ച് നിന്നു. നിത്യ അവളെ ചെറിയ ചിരിയോടെ ചേർത്ത് പിടിച്ചു. എന്താ മോളെ, ഒന്നും പറയാത്തേ? ശ്രീദേവി ചോദിച്ചു. ഒന്നുമില്ലമ്മേ, നന്ദു പെട്ടെന്ന് കിടന്നിന് ഞെട്ടലാണ് അല്ലേ നന്ദു? നിത്യ ചിരിയോടെ ചോദിച്ചതും നന്ദ അതേന്ന് തലയാട്ടി. അപ്പോ എതിർപ്പൊന്നുമില്ലല്ലോ? ഹരിദാസ് ചോദിച്ചു. അങ്കിൾ, അപ്പൊ പഠിപ്പ്? അതിനെന്താ, മോള് പഠിക്കാൻ പോക്കും. കല്യാണത്തിന് ശേഷവും മോൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ പഠിച്ചോ, ഹരിദാസ് പറഞ്ഞു. അതെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല നന്ദു, നിരഞ്ജൻ പറഞ്ഞതും നന്ദി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു. എന്തായാലും എനിക്കും ഹരിതയ്ക്ക് സന്തോഷമായി, രാജൻ പറഞ്ഞു. അത് കേട്ട് നന്ദ അമ്മയുടെയും അച്ഛൻ്റെയും മുഖത്തേക്ക് നോക്കി. അവിടെ നിറഞ്ഞു നിൽക്കുന്ന സന്തോഷം കണ്ട നന്ദയുടെ കണ്ണ് നിറഞ്ഞു. എന്തേലും ഒറ്റയ്ക്ക് സംസാരിക്കാനോ പറയാനുണ്ടോ? ശ്രീദേവി ചോദിച്ചു. എന്ത്? അവരെപ്പോഴും കാണുന്നവരല്ലേ? നിത്യ പറഞ്ഞു. അതെ,
നന്ദ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ശേഷം അവർ മുകളിലേക്ക് കയറിപ്പോയി. കൂടെ നിത്യയും. അവളുടെ പോക്ക് കണ്ട് രാജനെന്തോ തോന്നിയെങ്കിലും അയാൾ ഒന്നും മിണ്ടിയില്ല. റൂമിലെത്തിയ നന്ദ കട്ടിലിരുന്ന് പൊട്ടിക്കരഞ്ഞു. കൂടെ വന്ന് നിത്യ അത് കണ്ട് വാതിലടച്ച ശേഷം നന്ദയുടെ അടുത്തേക്ക് പോയിരുന്നു. നന്ദു, ഇങ്ങനെ കരയില്ലേ? വിഷമത്തോടെ നിത്യ പറഞ്ഞു. പിന്നെ ഞാൻ എന്ത് വേണം? വിളിച്ചിട്ട് അതിൻ്റെ ഫോൺ എടുക്കുന്നില്ല. നന്ദ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എൻ്റെ ഭദ്രേട്ടൻ്റെ നമ്പറുണ്ട്, ഞാൻ ഒന്ന് വിളിച്ച് നോക്കട്ടെ. നിത്യ അതും പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. അത് കണ്ടപ്പോൾ നന്ദ കണ്ണ് തുടച്ചുകൊണ്ട് നിത്യയെ നോക്കി. പൊന്നുവിനെ റൂമിലേക്ക് മാറ്റിയ ശേഷമാണ് അജി പോയത്. തലയിൽ കെട്ടുള്ളത് കൊണ്ട് തന്നെ അധികം സംസാരിക്കാനൊന്നും പറ്റില്ല. ആദ്യം പൊന്നുവിനുള്ള മരുന്ന് വാങ്ങാൻ വേണ്ടി പുറത്തു പോയി ഭദ്രൻ പൊന്നുവിന് കഞ്ഞി കൊടുക്കുമായിരുന്നു. അപ്പോഴാണ് ഭദ്രൻ്റെ ഫോൺ റിങ് ചെയ്തത്. അതൊന്നും കാര്യമാക്കാതെ വീണ്ടും പൊന്നുവിന് കഞ്ഞി കൊടുത്തുകൊണ്ടിരുന്നു. ഏട്ടാ, ഫോൺ എടുക്ക്, പൊന്നു പറഞ്ഞു. അത് സാരല്ല മോളെ, കഞ്ഞി കൊടുക്ക്. ആ ഫോണൊന്ന് എടുക്കേട്ടാ. പൊന്നു പറഞ്ഞത് കേട്ട് കഞ്ഞി അവിടെ വെച്ച് ഭദ്രൻ ഫോൺ എടുത്ത് നോക്കി. കുഞ്ഞിപ്പെണ്ണ്. ഡിസ്പ്ലേയിൽ തെളിഞ്ഞ പേര് കണ്ട് ചെറിയൊരു പുഞ്ചിരി ഭദ്രൻ്റെ മുഖത്ത് മിന്നി. ഹലോ, ഗൗരവത്തോടെ ഭദ്രൻ പറഞ്ഞു. ഹലോ ഭദ്രേട്ടാ, ഞാനാ നിത്യ. അങ്ങേ തലകിൽ നിന്ന് നിത്യയുടെ പരിഭ്രമം എന്ന ശബ്ദം കേട്ട് ഭദ്രൻ ഞെട്ടി. ശ്രീകുട്ടി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഭദ്രൻ ടെൻഷനോടെ ചോദിച്ചു. ആദ്യമായിട്ടുണ്ടോ അവിടെ? നിത്യ ചോദിച്ചു. ഇല്ല. നിങ്ങളെവിടെയാ? ആശുപത്രിയില്ല. പൊന്നൂനൊരു ആക്സിഡൻറ്റ്. ഇന്ന് റൂമിലേക്ക് മാറ്റി. ആദ്യം മരുന്ന് വാങ്ങാൻ പോയിരിക്കുക. എന്താ കാര്യം? ഭദ്രൻ ചോദിച്ചു. ഞാൻ നന്ദുവിൻ്റെ വീട്ടിൽ നിന്നാണ് വിളിക്കുന്നേ. നിത്യ എല്ലാ കാര്യങ്ങളും ഭദ്രനോട് പറഞ്ഞു. അവ നിന്റെ തന്തയും ചേട്ടന്മാരും ഒരുപാട് തന്നെയല്ലേ? ഭദ്രൻ ദേഷ്യത്തോടെ ചോദിച്ചു. അതൊന്നും എനിക്കറിയില്ല. നന്ദ കരയുക. എന്താ ചെയ്യണമെന്ന് ഒരു പിടിയില്ല. നിത്യ ടെൻഷനോട് പറഞ്ഞു. നീ ഫോൺ വെക്ക്, നന്ദമോട് സമാധാനം ഇരിക്കാൻ പറ എന്ന് പറഞ്ഞ് ഭദ്രൻ ഫോൺ കട്ട് ചെയ്തു. പൊന്നൊന്നും മനസ്സിലാവാതെ ഭദ്രനെ നോക്കി. ഭദ്രൻ ഒന്നുമില്ലെന്ന രീതിയിൽ കണ്ണു ചെമ്മി. അപ്പോഴേക്കും മരുന്നുമായി ആദ്യം വന്നിരുന്നു. അവൻ മരുന്ന് ടേബിൾ വെച്ചു. നിന്റെ ഫോൺ എന്തേ? അത് പോകലുണ്ട്. ആദ്യം പൊന്നുവിൻ്റെ അടുത്തിരുന്നു കൊണ്ട് പറഞ്ഞു. അത് എടുത്തു നോക്ക്. ഭദ്രൻ പറഞ്ഞത് ആദ്യം ഫോൺ എടുത്ത് നോക്കി. ശ്രീകുട്ടി മിസ്ഡ് കോൾ. അത് കണ്ട് ഭദ്രനെ നോക്കി. നീ എന്താ ഫോൺ എടുക്കാത്തെന്ന് പറഞ്ഞ് നിത്യ വിളിച്ചിരുന്നു. ഞാൻ പൊന്നുവിൻ്റെ കാര്യമില്ലാതായപ്പോൾ ടെൻഷനായി പോയി. ഫോൺ നോക്കിയില്ല, സൈലൻ്റ് ആയിരുന്നു. ഞാൻ തിരിച്ചു വിളിക്കാം. ചിരിയോട് ആദ്യം പറഞ്ഞു. ഇത് കേട്ടൊന്നും മനസ്സിലാവാതെ പൊന്നിരുവരെയും മാറി മാറി നോക്കി. വേണമെന്നില്ല, ഇനി നീ അവളെ തിരിച്ച് വിളിക്കണ്ട. നന്ദമോളുടെ കല്യാണം ഉറപ്പിച്ചു ഈ അടുത്ത മുഹൂർത്തത്തിൽ തന്നെ. അവളുടെ മാമൻ ഹരിദാസിൻ്റെ മകൻ നിരഞ്ജനുമായിട്ട്, ഭദ്രൻ പറഞ്ഞു. ഒരു പകപ്പോടെ ആദ്യം ഇരുന്നേരുന്ന് ചാടി എഴുന്നേറ്റു. ഞെട്ടിലോട് ആദ്യം ഭദ്രൻ്റെ മുഖത്തേക്ക് നോക്കി. എന്താടാ നീ പറയുന്നേ? ഞെട്ടിലോട് ആദ്യം ചോദിച്ചു. സത്യാണ്, ശ്രീകുട്ടി വിളിച്ചിരുന്നു. നിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെന്നും പറഞ്ഞു. ഭദ്രൻ പറഞ്ഞു. എന്താ കാര്യം ശിവേട്ടാ? പൊന്നു പതിയെ ചോദിച്ചു. ഭദ്രനുള്ള കാര്യമെല്ലാം പൊന്നുവിനോട് പറഞ്ഞു. ആദ്യം എന്ത് ചെയ്യണമെന്ന് അറിയാതെ കട്ടിലിരുന്നു. ആദ്യേട്ടാ, ഞാൻ പറഞ്ഞില്ലേ, അർഹിച്ചതേ ആഗ്രഹിക്കാവൂ. ആദ്യേട്ടന് തോന്നുന്നുണ്ടോ ആ കൊച്ചിപ്പോൾ വന്ന കല്യാണത്തിന് മുടക്കി ആദ്യേട്ടൻ്റെ ഒപ്പം വരുമെന്ന്? പൊന്നു ചോദിച്ചു. എന്ത് പറയണമെന്നറിയാതെ ആദ്യം ഭദ്രനും മുഖത്തോട് മുഖം നോക്കി. ആദ്യയുടെ കണ്ണുകൾ കലങ്ങി നെഞ്ചൊന്ന് പിടഞ്ഞു. അവൻ കട്ടിയിൽ തന്നെ തല കുനിച്ചിരുന്നു. പൊന്നുവിനും ഭദ്രനും അവൻ്റെ ഇരിപ്പ് കണ്ട് സഹിക്കാനായില്ല. ഭദ്രൻ എന്തോ പറയാൻ വേണ്ടി ആദ്യയുടെ അടുത്തേക്ക് നടന്നതും ആദ്യയുടെ ഫോൺ റിങ് ചെയ്തതും ഒരുമിച്ചായിരുന്നു. ആദ്യ പ്രതീക്ഷയോടെ ഫോൺ നോക്കിയെങ്കിലും അത് വേറൊരു കോളായിരുന്നു. ആദ്യം ആ ഫോൺ ഭദ്രനെ കൊടുത്ത് പഴയ പോലെ ഇരിപ്പ് തുറന്നു. ആദ്യം കൊടുത്ത ഫോണിൽ ഡിസ്പ്ലേയിൽ തെളിഞ്ഞ പേര് കണ്ട് ഭദ്രൻ്റെ മുഖം ഗൗരവം കൊണ്ട് നിറഞ്ഞു. അവൻ ഫോണെടുത്ത് റൂമിന് പുറത്തേക്ക് ഇറങ്ങി. ഹലോ, പറയൂ ഭായി, ഭദ്രൻ പറഞ്ഞു. മറുതലക്ക് നിന്നും പറഞ്ഞത് കേട്ട് ഭദ്രൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുക്കി. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. ഞാനും ആദ്യം അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ അവൻ്റെ അവസാനമാണ്. ഭദ്രൻ അതും പറഞ്ഞ് ഫോൺ വെച്ചുകൊണ്ട് തിരിഞ്ഞ് റൂമിലേക്ക് നടന്നു. എടി, നമുക്കൊന്ന് ആശുപത്രിയിലേക്ക് പോയാലോ? അത് വേണോ? ഒന്നാമത് അവിടെ കിടക്കുന്ന അവിടെ പെങ്ങളാണ്. അവിടെ വായിലിരിപ്പ് അറിയാലോ, നിത്യ പറഞ്ഞു. ഇല്ലടി, എനിക്ക് ആദ്യം നേരിട്ട് കാണണം. എനിക്കൊരു സമാധാനമില്ല. നമുക്ക് പോവാം, ഡ്രസ്സ് എടുക്കാൻ പോവാന്ന് പറഞ്ഞാൽ മതി. ഞാൻ ഡ്രസ്സ് മാറ്റേ. നന്ദ അതും പറഞ്ഞു പോയി. നിത്യ ഒന്ന് മൂളിക്കൊണ്ട് കട്ടിലിൽ നിന്ന് ഭദ്രനെ വിളിച്ചു. 2-3 റിങ്ങിന് ശേഷം ഭദ്രൻ ഫോൺ എടുത്തു. ഹലോ. അങ്ങേ തലയ്ക്ക് നിന്ന് ഭദ്രൻ്റെ ശബ്ദം വന്നു. ഹലോ, ഏത് ഹോസ്പിറ്റലാണ് നിങ്ങളുള്ളത്? നിത്യ ചോദിച്ചു. ഇവിടെ കോട്ടയം പ്രൈവറ്റ് മാതാ ഹോസ്പിറ്റലാണ്. ഞങ്ങളങ്ങോട്ട് വരുന്നുണ്ട്. നന്ദ ഡ്രസ്സ് മാറാൻ പോയതാ. റൂം നമ്പർ എത്രയാ? നിത്യ ചോദിച്ചു. 98. ഭദ്രൻ പറഞ്ഞത് കേട്ട് നിത്യ ഫോൺ കട്ട് ചെയ്തു. നന്ദ പോയി ഡ്രസ്സ് മാറി വന്നിരുന്നു. അവൾ വേഗം ഫോൺ എടുത്ത് നിത്യയെ നോക്കി. അവളും പോവാൻ റെഡിയായിരുന്നു. വാ പോവാം. നന്ദ നിത്യയും വലിച്ചുകൊണ്ട് താഴേക്ക് നടന്നു. അവിടെ ഹരിതയും രാജനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിത്യയും നന്ദയും വരുന്നത് കണ്ട് അവർ ചിരിയോടെ നോക്കി. അവരൊക്കെ പോയോ? നിത്യ ചോദിച്ചു.
പോയി, എന്തോ ആവശ്യമുണ്ടെന്നും നിത്യ ഇവിടെ നിന്നോട്ടെന്നും പറഞ്ഞു. ചിരിയോടെ ഹരിത പറഞ്ഞു. ആ, നിത്യ ഒന്ന് മൂളി. അവർ പോയത് നന്നായെന്ന് നിത്യക്കും തോന്നി. അല്ല, നിങ്ങളിത് എങ്ങോട്ടാ? രാജൻ ചോദിച്ചു. ഞങ്ങൾ പോയി കുറച്ച് ഡ്രസ്സ് എടുത്തിട്ട് വരാമെന്ന് കരുതി, നന്ദ പറഞ്ഞു. ആണോ? നേരം വൈകാതെ വരണം കേട്ടോ നന്ദമോളെ, രാജൻ പറഞ്ഞത് നന്ദ ചിരിച്ചു. അങ്ങനെ നിത്യയും നന്ദയും വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കാൻ തുടങ്ങി. ഒരു ഓട്ടോറിക്ഷ കിട്ടാൻ വേണ്ടി അവർ രണ്ടും ചുറ്റും നോക്കുന്നുണ്ടായിരുന്നു. അവസാനം അവിടെ കാത്തുനിൽപ്പ് എന്ന പോലെ ഒരു ഓട്ടോ വന്നു. നിത്യ തിടുക്കത്തിൽ ആ വണ്ടിക്ക് നേരെ കൈ കാണിച്ചതും കുറച്ച് മുന്നിലായി ഓട്ടോ നിന്നു. നിത്യയും നന്ദയും മൂടി ഓട്ടോയിൽ കയറി ഇരുന്നുകൊണ്ട് പറഞ്ഞു. ചേട്ടാ, കോട്ടയം മാതാ ഹോസ്പിറ്റലിൽ ഒന്ന് പോവണേ, നന്ദ ചോദിച്ചു. റോഡ് ബ്ലോക്കാണ്, ചുറ്റി വളഞ്ഞ് പോവേണ്ടി വരും, പൈസ കൂടും, ഓട്ടോക്കാരൻ പറഞ്ഞു. അത് സാരല്ല, ഒന്ന് വേഗം പോവോ? നിത്യ പറഞ്ഞതും ഓട്ടോ മാതാ ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി പാഞ്ഞിരുന്നു. 1 മണിക്കൂറിനുള്ളിൽ നിത്യയും നന്ദയും ആശുപത്രിയിലെത്തി. ഓട്ടോയിൽ നിന്ന് നന്ദയും നിത്യയും ഇറങ്ങി ചുറ്റും നോക്കിക്കൊണ്ട് ഓട്ടോക്കാരനോട് നിത്യ ചോദിച്ചു. എത്ര രൂപയായി? 150, ഓട്ടോക്കാരൻ പറഞ്ഞു. നിത്യ ബാഗിൽ നിന്ന് 150 രൂപ എടുത്ത് ഓട്ടോക്കാരന് കൊടുത്തു. നന്ദയും നിത്യയും ആശുപത്രിയിലേക്ക് കയറി ചുറ്റും നോക്കി. നിനക്ക് എവിടെയാണെന്ന് അറിയോ നിത്യയെ? നന്ദ ചോദിച്ചു. അവിടെയുള്ള റിസപ്ഷനിലേക്ക് നിത്യയും നന്ദയും ചെന്നു. മേഡം, ഇവിടെ ഇന്നലെ കൊണ്ടുവന്ന പഞ്ചമി, നിത്യ ചോദിച്ചു. ഓ, ആ കുട്ടിയെ റൂമിലേക്ക് മാറ്റി, റൂം നമ്പർ 98, റിസപ്ഷനിലെ പെണ്ണ് പറഞ്ഞു. നിത്യയും നന്ദയും റൂമിലേക്ക് നടന്നു. നന്ദയുടെ കണക്ക് റൂമിലെ നമ്പറിലേക്ക് പാഞ്ഞു. അങ്ങനെ നിത്യ ഒരു റൂമിന് മുന്നിൽ നിന്നു. നിത്യ നിന്നത് കണ്ട് നന്ദ റൂമിന്റെ വാതിൽക്കിലേക്ക് നോക്കി. ഇതല്ലേ ആ റൂം? നന്ദ ചോദിച്ചു. ഒന്ന് മൂളിക്കൊണ്ട് നിത്യ വാതിലിൽ തട്ടാൻ തുടങ്ങി. നിത്യത കണ്ട് വാതിലിന്റെ സൈഡിലേക്ക് മാറി നിന്നു. ഇതേ സമയം അകത്തിരുന്ന ബാത്തിന്റെ വാതിലിൽ നിർത്താതെ തട്ടുന്നത് കേട്ട് വാതിലേക്കിലേക്ക് നോക്കി. ആദ്യം പൊന്നുവും സംശയത്തോടെ വാതിൽക്കിലേക്ക് നോക്കി. ഭദ്രൻ എഴുന്നേറ്റ് ചെന്ന് വാതിൽ തുറന്ന് നോക്കിയപ്പോൾ മുന്നിൽ നിൽക്കുന്ന നിത്യയെ കണ്ട് ഭദ്രൻ ഞെട്ടി. വാതിൽക്കിലേക്ക് നോക്കി ആദ്യം വാതിലിൻ്റെ അവിടെ നിൽക്കുന്ന നിത്യയെ കണ്ട് ആദ്യം അവളുടെ അടുത്തേക്ക് ചെന്നു. മോളെ, നിത്യശ്രീ, അവളെ കണ്ടോ? നിറഞ്ഞ കണ്ണുകളോട് ആദ്യം നിത്യയോട് ചെന്ന് ചോദിച്ചു. അത് കണ്ട് ചെറിയ പുഞ്ചിരിയോടെ നിത്യ നന്ദൻ നിൽക്കുന്നിടത്തേക്ക് നോക്കി. ഭദ്രനും ആദ്യം നിത്യ നോക്കുന്നിടത്തേക്ക് നോക്കി. ഭദ്രനും ആദ്യം ഞെട്ടിപ്പോയി. ചുമരിൽ ചാരി കൈയും കെട്ടി നിൽക്കുന്ന നന്ദയാണ് കണ്ടത്. ആദ്യം ഒന്നും ആലോചിക്കാതെ നന്ദയെ കെട്ടിപ്പിടിച്ചു. അത് കണ്ട് ഭദ്രൻ നിത്യയെ റൂമിലേക്ക് കയറി. നന്ദയുടെ കണ്ണ് നിറഞ്ഞു. അവളും ആദ്യയെ കെട്ടിപ്പിടിച്ചു. ആദ്യം നന്ദയുടെ മുഖം മുഴുവൻ ചുംബനങ്ങൾ കൊണ്ട് മൂടി. നന്ദ ഒന്നും വിടാതെ കണ്ണടച്ച് ആദ്യയുടെ ചുംബനങ്ങൾ സ്വീകരിച്ചു. ശ്രീ, നീ ഇല്ലാതെ പറ്റില്ലടി, നന്ദയുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് ആദ്യം പറഞ്ഞു. അപ്പോ എനിക്കോ? ഞാൻ തിരിച്ചു പോവില്ല, നന്ദ പറഞ്ഞു. അത് കേട്ട് ആദ്യം ഒരു നിമിഷം ഞെട്ടി. നന്ദ ആദ്യയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. എന്നോട് പോവാൻ പറയില്ല ആദ്യേട്ടാ, ഞാൻ പോവില്ല, നന്ദ പറഞ്ഞത് കേട്ട് ആദ്യം ഒന്നുകൂടെ നന്ദയെ ചേർത്ത് പിടിച്ചു. വേദനയുണ്ടോ? നിത്യ പതിയെ പൊന്നുവിനോട് ചോദിച്ചു. ഇപ്പം ഇത്തിരി കുറവുണ്ട്. നിത്യ പഠിക്കുവാണല്ലേ? പൊന്നു പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അതെ, ഡിഗ്രി ഫസ്റ്റ് ഇയറാ, നിത്യ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഭദ്രന്റെ കണ്ണുകൾ നിത്യയിൽ തന്നെയായിരുന്നു. അവൻ്റെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. അപ്പോഴേക്കും ആദ്യം നന്ദി റൂമിലേക്ക് വന്നു. നന്ദ പൊന്നുവിനെ നോക്കി ചിരിച്ചു. ഞാൻ കരുതി. പൊന്നു പകുതിയിൽ വെച്ച് നിർത്തി. ഞാൻ ആദ്യമായിട്ട് ഇട്ടേച്ച് പോയെന്നല്ലേ? ചെറിയ ചിരിയോടെ നന്ദ ചോദിച്ചു. പൊന്നൊന്നും മൂളി. അങ്ങനെ ഇട്ടേച്ച് പോവാനല്ലല്ലോ എൻ്റെ ആദ്യമായിട്ട് ഞാൻ സ്നേഹിച്ചേ, ആദ്യയുടെ കയ്യിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് നന്ദ പറഞ്ഞു. അത് കേട്ട് എല്ലാവരും പുഞ്ചിരിച്ചു. ആദ്യം നന്ദയെ ചേർത്ത് പിടിച്ചു. നിത്യേ, ഇനി ഞാൻ വരില്ല, ഞാൻ എൻ്റെ ആദ്യമായിട്ടിപ്പോൾ പോവാ, നന്ദ പറഞ്ഞു കേട്ട് നിത്യ ഞെട്ടി. അതേ ഞെട്ടൽ തന്നെയായിരുന്നു ഭദ്രനും പൊന്നുവിലും. നീ എന്താ നന്ദ ഈ പറയണേ? നീ ഇല്ലാതെ ഞാൻ എങ്ങനെ വീട്ടിൽ പോവാ? നിത്യ ചോദിച്ചു. അതിന് നീ എന്തിനാ പോവണേ? നീയും പോണ്ട, ചിരിച്ചുകൊണ്ട് നിസ്സാരമായി നന്ദ പറഞ്ഞു. ദേ നന്ദു, തമാശ പറയാതെ മരുതകനെ കൂടെ വന്നേക്കണം. നിത്യക്ക് ദേഷ്യം വന്നു. ആദി, നീ എന്താ മിണ്ടാ നിൽക്കുന്നേ? എന്നാ നിന്റെ തീരുമാനം? ഭദ്രൻ ചോദിച്ചു. എനിക്കെൻ്റെ ശ്രീമോളെ തിരിച്ചുവിടാൻ താല്പര്യമില്ല ഭദ്ര, നീ പറയുവാണെങ്കിൽ. ആദ്യം ഒന്ന് നിർത്തി നന്ദയെ നോക്കി. നന്ദ ദയനീയമായി ആദിയെ നോക്കി അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. എന്താടാ ആദി, നിനക്കുള്ള കൂടെ നിർത്തണമെന്നാണെങ്കിൽ പിന്നെ എനിക്കെന്താ കുഴപ്പം? ഭദ്രൻ ചിരിയോടെ ചോദിച്ചതും ആദ്യം ചിരിച്ചു. നന്ദയുടെയും പൊന്നുവിൻ്റെയും മുഖത്തൊരു ആശ്വാസം പുഞ്ചിരി വിരിഞ്ഞിരുന്നു. എന്നാൽ നിത്യ ഒന്നും മനസ്സിലാക്കാതെ അവരെ നോക്കി. നിത്യ, നീ പേടിക്കണ്ട, നിനക്ക് തിരിച്ചു പോവാം. ഡ്രസ്സ് എടുക്കുന്നതിനിടയിൽ ശ്രീയെ കാണാതായി എന്ന് പറഞ്ഞാൽ മതി, ആദ്യം പറഞ്ഞു. നിത്യ നന്ദയുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ മുഖം സന്തോഷം കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. അത് കണ്ട് നിത്യ ഒന്ന് ചിരിച്ചു. കാരണം നന്ദയോളം പ്രിയപ്പെട്ട കൂട്ടുകാർ വേറെ ആരും ഇല്ലായിരുന്നു. അല്ല, ഇങ്ങനെ കൂടെ നിർത്താനാണോ പ്ലാൻ? നിത്യ ചോദിച്ചു. അല്ല, താലി കെട്ടി കൂടെ നിർത്താനാ തീരുമാനം, ആദ്യ ചിരിയോടെ നന്ദയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. നന്ദയും അതിനൊന്ന് ചിരിച്ചു. ഇന്ന് തന്നെ താലി കെട്ടാം, അല്ലെങ്കിൽ ഇവിടെ തന്തയും ചേട്ടനും വരും, ഭദ്രൻ നിത്യയെ നോക്കി പറഞ്ഞു. അപ്പം അതുവരെ പൊന്നുവിനാരും നോക്കും? ആദ്യ ചോദിച്ചു.
നിങ്ങൾ വിഷമിക്കണ്ട, പൊന്നൂൻ്റെ അടുത്ത് ഞാൻ ഇരുന്നോളാം, വേഗം തിരിച്ചു വന്നാൽ മതി. താലികെട്ട് കഴിഞ്ഞ് മാമനും എണ്ണും വന്നാലോ? നന്ദ പേടിയോടെ ചോദിച്ചു. അത് കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ അയാൾ ഒരു ചൂക്കും ചെയ്യുകയില്ല. ഭദ്രൻ ഷർട്ടിൻ്റെ കൈയും മടക്കിക്കൊണ്ട് പറഞ്ഞു. ഓ, അമ്മായിച്ചൻ്റെ തലേന്ന് എന്തൊരു ആവേശം. നിത്യ ഭദ്രൻ നോക്കി പെറുപെടുത്തു. അത് പൊന്നു കേട്ടു. അവൾ നിത്യയെ നോക്കി. നിത്യ നല്ലപോലെ നിലിച്ചു. അപ്പോഴാണ് ഡോറിലൊരു തട്ട് കേട്ടത്. ഒരു നിമിഷം പൊന്നും നിത്യയും നന്ദിയൊന്ന് ഞെട്ടി. ഭദ്രൻ ആദിയെ നോക്കി കണ്ണുകൊണ്ട് എന്തോ കാണിച്ചതും ആദ്യം ചെന്ന് വാതിൽ തുറന്നു.